ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പാത്തൂസ് ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ തുടർന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും അങ്ങോട്ട് ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഈ സാധനം എല്ലാവർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ്. ഇത് ക്ലോത്ത് ക്ലിപ്പാണ്. നമ്മുടെ ഡ്രസ്സെല്ലാം ആറിയിട്ട് കഴിഞ്ഞാൽ നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതാണ്. ഇത് പല നിറത്തിലും ഉണ്ട്. എൻ്റെ അടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, മരത്തിൻ്റെ ഉണ്ട്. ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നത്. കുറേ കാലം മുന്നേ വാങ്ങിയതാണ്. നമുക്ക് ഒരുപാട് നാളുകൾക്ക് ഇതൊരു സെറ്റ് വാങ്ങിയാൽ മതിയാവും. ഞാൻ ഇതുവരെയൊന്നും ട്രൈപോഡൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം ട്രൈപോഡ് വാങ്ങാതെ തന്നെയാണ് ഞാൻ ഇതുവരെ യൂട്യൂബിൽ വീഡിയോ ഇട്ടത്. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. അപ്പം ഞാൻ 2 പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ഹൈറ്റുള്ള പാത്രമാണെങ്കിൽ ഒന്ന് മതി കേട്ടോ. ഇതിപ്പം ഞാൻ ഹൈറ്റ് കുറവുള്ള പാത്രമായതുകൊണ്ട് അടിയിലും മേലെയൊക്കെ എടുത്തത്. വലിയ പാത്രമാണെങ്കിൽ ഒന്ന് മതി. ഞാനിപ്പം തൽക്കാലം ഒരു പഞ്ചസാര പാത്രം എടുത്തത്. അതിലേക്ക് ഞാൻ 2 സൈഡിലും അതുപോലെ തന്നെ നടുക്കും ഞാൻ ക്ലോത്ത് ക്ലിപ്പ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മ വീഡിയോ എടുക്കാൻ വേണ്ടി വേറൊരാൾ സഹായം തേടണം. അല്ലെങ്കിൽ പിന്നെ നമ്മ സ്വയം എടുക്കണം. അപ്പം ഇതുപോലെ ചെയ്താൽ നമുക്ക് ആരും സഹായം വേണ്ട. ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കാം. ഞാൻ ഏകദേശം 2-3 വർഷമായി ഇതുപോലെ വീഡിയോ എടുക്കുന്നു. ട്രൈപോഡൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ട. ഇതുവരെ എടുത്തതിനെ കൊണ്ട് മോശം വന്നിട്ട് വീഡിയോ ഒന്നും. ഫോൺ വെക്കുന്നതും കൂടിയും കാണിച്ചു തരാം. ഇതുപോലെ ഫോൺ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നടുക്ക് ഫോൺ വെച്ച് കൊടുക്കണം. അപ്പം ഫോൺ സേഫ്റ്റി തന്നെയാണ്. താഴേക്ക് വീഴുകയോ ഒന്നും ചെയ്യൂല. നമുക്ക് ക്യാമറ എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ആ ക്ലിപ്പ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ആക്കി കൊടുക്കാം. മുകളിലോട്ടും താഴോട്ടേക്ക് ആക്കിയിട്ട് ആ ക്ലിപ്പ് അതുപോലെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ വീഡിയോ എടുക്കാം, ആരും സഹായം ഇല്ലാണ്ട്. ഞാൻ ആദ്യമൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കയ്യോ കാലോ പിടിക്കേണ്ട അവസ്ഥയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കൽ കുറേ കാലമായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. എന്നെപ്പോലെ ട്രൈപോഡ് ഇല്ലാത്തവരും അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ ആളില്ലാത്തവരും ഇതുപോലെ ചെയ്ത് നോക്കാം. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ടിപ്സിലേക്ക് പോവാം. ഇത് നമുക്ക് വേറൊരാൾ പറഞ്ഞു തന്നൊരു ടിപ്പാണ്. നമ്മൾ ഇത് കുറച്ച് കാലമായി ചെയ്യുന്നത്. അപ്പം നമ്മളെ മാവൊന്നും പൂക്കാത്ത സമയം ഉണ്ടാവും. ഉണങ്ങി പോകുന്ന സമയം പൂക്കാണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് ഇക്കൊല്ലം ചെയ്താൽ അടുത്ത കൊല്ലം പൂത്ത് കിട്ടും. അപ്പം തന്നെ പൂത്ത് കിട്ടൂല. അപ്പം അതിന് വേണ്ടിയുള്ളൊരു ടിപ്പാണ്. നമ്മൾ ആദ്യം ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തടം എടുത്ത് കൊടുക്കുക. നിങ്ങളെ ഇതിലെന്താണെന്ന് അറിയില്ല. ചെറുങ്ങനെ ഒരു കുഴിയാക്കി കൊടുക്കുക. തടം എന്നാണ് ഇവിടെ പറയൽ. ചുറ്റും തടം എടുത്തതിന് ശേഷം 1/2 കിലോ വരെ പഞ്ചസാര ഈ തടത്തിലേക്ക് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മണ്ണ് മാന്തി കൊടുത്താൽ മതി. അപ്പം അടുത്ത പ്രാവശ്യം തന്നെ മാവ് നല്ലോണം പൂക്കും. എൻ്റെ മാവ് പൂക്കും എന്ന് പറയുന്ന പോലെ ഇല്ലേ, അതുപോലെയാണ് മാവ് എന്തായാലും പൂക്കും. അപ്പം ഈ ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു തന്നെയാണ്. ആദ്യം മാവ് പൂക്കാത്ത സമയത്ത് നമ്മൾ അതുപോലെ ചെയ്ത് നോക്കി. ചെയ്തിട്ട് നമുക്ക് 2-3 കൊല്ലമായിട്ട് നല്ല മാങ്ങ പിടിച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ അതുകൊണ്ട് ആദ്യം പിടിക്കാത്ത സമയം ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ പഞ്ചസാര വാങ്ങിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടി മണ്ണ് വാരി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ പഞ്ചസാര തേച്ച് ഉറുമ്പെടുത്തിട്ട് പോവും. പഞ്ചസാര മാവിൽ ഉണ്ടാവില്ല. ഈ ടിപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പം നമ്മ ഇത് കുറച്ച് നാളായിട്ട് ചെയ്യുന്നതാണ്. അപ്പം അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഈ മാവിനും തെങ്ങിനെല്ലാം നമ്മ ചായ വെക്കുന്ന ചായപ്പിണ്ടി ആ വളം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതന്നെ നല്ലൊരു വളമാണ്. അപ്പോൾ അതും കൂടി ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടിപ്പ്, ഈ കത്രികക്ക് മൂർച്ചം കുറയുമല്ലോ. അപ്പോൾ ഇതുപോലെ മുട്ടത്തോട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ല മൂർച്ചം കിട്ടും കത്രികക്ക്. ഇതേപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് മുട്ടത്തോട് പൊടിച്ചെടുത്താൽ ആ ബ്ലേഡിനെല്ലാം നല്ല മൂർച്ച കിട്ടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മ ഇത് പൊടിച്ചെടുത്തത് വെറുതെ കളയൊന്നും വേണ്ട. നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. ചെടികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് വളം വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ നമ്മിപ്പം ഉള്ളി അതുപോലെ തന്നെ പഴത്തൊലി ഇതെല്ലാം നമ്മളെ ചെടിക്ക് നല്ല വളമാണ്. അതെല്ലാം ഇട്ട് കൊടുത്താൽ തന്നെ അടിപൊളിയായിട്ട് പൂ പിടിക്കും, നന്നായി വളരുകയും ചെയ്യും. ഞാനിങ്ങനെ മുട്ടത്തോടും അതുപോലെ തന്നെ ഉള്ളിയുടെ തൊലിയും എല്ലാം കിട്ടി ഞാൻ എടുത്തു വെക്കും. ഞാൻ ഇതുപോലെ ചെടിക്ക് ഞാൻ അധികം ചെടിക്ക് ഇതൊക്കെ തന്നെ ഇട്ട് കൊടുക്കൽ. ഈ മുട്ടത്തോടും ഉള്ളിയുടെ തൊലി അല്ലെങ്കിൽ പിന്നെ പഴത്തിൻ്റെ തൊലി ഇതെല്ലാം വെള്ളത്തിലിട്ടിട്ട് ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായി പൂ പിടിക്കും. അപ്പം ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ ഉള്ളിത്തൊലിയും മുട്ടത്തോടും ഞാൻ ചെടിക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നേ ഇല്ലൂ.
പൂക്കളുള്ള ചെടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മ പൂക്കളുള്ള ചെടികൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പൂവൊന്നും കിട്ടൂല. പിന്നെ ഒരു കാണാൻ ഭംഗിയും ഉണ്ടാവില്ല. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മ ഒരാഴ്ചക്കോ 2 ആഴ്ച കൂടുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയേ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. എൻ്റെ വീഡിയോ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ ഇതുപോലത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും ബായ്.